ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും വളരെയധികം കരുതിയിരിക്കുക. കാരണം കെംപേഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വളരെയധികം സ്ട്രിക്റ്റ് മെഷേഴ്സാണ് ഈ എംപോക്സിൻ്റെ അല്ലെങ്കിൽ മങ്കി പോക്സിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് കോവിഡ് സമയത്ത് നമുക്കറിയാം ക്വാറൻറ്റൈൻ പോകുന്ന ഒരു സമയം, അതായത് ആ ക്വാറൻറ്റൈൻ വീണ്ടും വന്നിരിക്കുകയാണ്. 21 ദിവസം ക്വാറൻറ്റൈനാണ് കെംപേഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അത് എംപോക്സ് അല്ലെങ്കിൽ മങ്കി പോക്സിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ സാമ്പിൾ എടുത്ത് ടെസ്റ്റിന് വിടും, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എംപോക്സിൻ്റെ ക്വാറൻറ്റൈൻ WHO അംഗീകരിച്ച ഒരു സംഭവമാണ്. 21 ദിവസം ക്വാറൻറ്റൈനാണ് പോകേണ്ടത്. ആ ക്വാറൻറ്റൈന് പോകുന്ന മാത്രമല്ല, ക്വാറൻറ്റൈൻ കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് റിസൾട്ട്സ് നടത്തുകയും അതുപോലെ തന്നെ നെഗറ്റീവ് ആയാൽ, കോവിഡ് പോലെ തന്നെ നെഗറ്റീവ് ആയാൽ മാത്രമേ വീണ്ടും തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് വിട്ടയക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ആ ഒരു ക്വാറൻറ്റൈനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വളരെയധികം കരുതിയിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ എംപോക്സിൻ്റെ വീഡിയോ ചെയ്തതാണ്, അല്ലെങ്കിൽ മങ്കി പോക്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ വളരെയധികം കരുതിയിരിക്കുക. ഡൽഹിയിൽ ഒരാളെ, ഒരു യങ് മാനിനെ എംപോക്സിൻ്റെ ലക്ഷണങ്ങൾ കാണുകയും അതുപോലെ തന്നെ ലബോറട്ടറി ടെസ്റ്റുകൾ പോസിറ്റീവ് ആവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെംപേഗൌഡ അല്ലെങ്കിൽ കർണാടക ഗവൺമെൻറ് ഈ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഇൻ്റർനാഷണലി ട്രാൻസിറ്റ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ കെംപേഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് വഴി ട്രാവൽ ചെയ്യുന്നവരും എല്ലാവരും വളരെയധികം കരുതിയിരിക്കുക. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊരു ടെസ്റ്റിന് വിധേയമാക്കുകയും അതുപോലെ തന്നെ ഈ ഒരു എംപോക്സിൻ്റെ ട്രേസ് കണ്ടെത്തി കഴിഞ്ഞാൽ ക്വാറൻറ്റൈനിൽ 21 ദിവസം പോവുകയും ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പരമാവധി ബാംഗ്ലൂർ എയർപോർട്ട് ഇതാണ് മെയിനായിട്ട് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. WHO അല്ലെങ്കിൽ നമ്മുടെ കർണാടക ഹെൽത്ത് ഗവൺമെൻറ് അല്ലെങ്കിൽ അവർ അംഗീകരിച്ച ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്ട്രിക്റ്റ് മെഷേഴ്സാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം കരുതിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം എംപോക്സ് അല്ലെങ്കിൽ മങ്കി പോക്സിൻ്റെ ലക്ഷണങ്ങൾ, അതായത് ഹൈ ടെമ്പറേച്ചർ, സോർ ത്രോട്ട്, ജോയിൻറ്റ് പെയിന് അല്ലെങ്കിൽ ടയർഡ്നെസ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെയധികം കരുതിയിരിക്കണം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, അതായത് ആഫ്രിക്കൻ കൺട്രിയിൽ നിന്നാണ് ഇത് കൂടുതലും വരുന്നത്. പക്ഷേ നമ്മൾ ഈ കൂടുതലായിട്ട് ആൾക്കാരുമായിട്ട് ബോഡി കോണ്ടാക്റ്റോ അല്ലെങ്കിൽ സ്കിൻ ടു സ്കിന്ന് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരുടെ ക്ലോത്ത്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഒക്കെ വരുവാണെങ്കിൽ ഇത് നമുക്ക് പകരാൻ സാധ്യതയുണ്ട്. കൂടുതലായിട്ടും കെയർ ഹോമിൽ അല്ലെങ്കിൽ NHSലൊക്കെ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം കരുതിയിരിക്കുക. നമ്മൾ അവരുമായിട്ട് എന്തെങ്കിലും ഒരു സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം പണ്ട് നമ്മുടെ കോവിഡ് സമയത്തെ പോലെ തന്നെ നമ്മൾ ട്രേസ് ചെയ്യും, ട്രാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാറൻറ്റൈനിലും പോകേണ്ട ഒരു അവസ്ഥയാണ്. നാട്ടിലൊക്കെ ഹോളിഡേക്ക് പോകുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അത്. പ്രത്യേകിച്ച് ഞാനിപ്പം ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ബാംഗ്ലൂർ എയർപോർട്ട് നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്യുക. കാരണം ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ഈ സ്ട്രിക്റ്റ് മെഷേഴ്സ് ഇപ്പോൾ കർണാടക ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക. അപ്പം ഇപ്പോൾ ഈ അടുത്ത് ട്രാവൽ ചെയ്യുന്നവരും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവരെല്ലാവരും ഈ വീഡിയോ പ്രത്യേകം ഒന്ന് സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.